ആദ്യ പകുതിയുടെ 30-ാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് ഒരാളെ നഷ്ടപ്പെട്ടിട്ട് പൊരുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ധീരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സമനിലയാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിൽ എംബാബ ഡോളിങ്ങിനെയാണ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത്. 24-ന് ഈസ്റ്റ് ബംഗാളിനെതിരെ അവരുടെ ഗ്രൗണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത കളി. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ പ്രീതം കോട്ടാലിനെ മാറ്റി സന്ദീപ് സിംഗും ഹോർമി പാമും എംബാബ ഡോളിങ്ങും അണിനിരന്ന പ്രതിരോധ കോട്ടയിൽ വിദേശ സാന്നിധ്യമായ മിലോസ് ഡ്രീൻസിച്ചും സ്ഥാനം പിടിച്ചിരുന്നു. ഗോളി സച്ചിൻ സുരേഷ് ചില അബദ്ധങ്ങൾ കാണിച്ചെങ്കിലും ഭാഗ്യവശാൽ ഗോൾ കയറാതെ പോയതോടെ ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസമേറി. നോർത്ത് ഈസ്റ്റിന്റെ ഗോളടി മാന്ത്രികൻ അലാദിൻ അജാറയെ ഫലപ്രദമായി തടഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം കളപ്പിടിച്ചതോടെ മുന്നേറ്റ നിരക്കും താളം കിട്ടി. എന്നാൽ പ്രതിരോധ നിര മികച്ച കളിക്കിടെ 30-ാം മിനിറ്റിൽ അനാവശ്യ സമ്മർദ്ദത്തിന്റെ പിഴ ഏറ്റുവാങ്ങിയിരുന്നു. ബോക്സിൽ അലാദിനെതിരായ വാക്കുതർക്കത്തിനിടെ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ എംബാബ ഡോളിംഗ് തല കൊണ്ട് മൂക്കിലിടിച്ചത് വിനയാവുകയായിരുന്നു. അലാദിനെതിരെ മഞ്ഞക്കാർഡ് ഉയർത്തിയ റെഫറി ഡോളിങ്ങിന് നേരെ ചുവപ്പ് കാർഡാണ് കാണിച്ചത്. പ്രതിരോധത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടതോടെ ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന നിലയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറി. നോഹയുടെ വേഗവും ട്രിബിളിംഗ് മികവും പലതവണ നോർത്ത് ഈസ്റ്റ് പ്രതിരോധത്തിൽ വിള്ളൽ വീഴ്ത്തി. എന്നാൽ അതിൽ ഒന്നിൽ പോലും ഗോൾ എന്ന പൂർണ്ണത കൈവരാതിരുന്നതോടെ ആരാധകർ നിരാശരായി. 82-ാം മിനിറ്റിൽ കോച്ച് പുരുഷോത്തമൻ ലൂണയെ പിൻവലിച്ച് പുതിയ വിദേശ താരം ദുസാൻ ലെഗാത്തോറിനെ കളത്തിലിറക്കി. അവസാന മിനിറ്റുകളിൽ ടീമിനെ സംരക്ഷിക്കാനുള്ള ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. ബ്ലാസ്റ്റേഴ്സിന് 17 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി 8-ാം സ്ഥാനത്താണ്. നോർത്ത് ഈസ്റ്റ് 25 പോയിന്റുമായി 5-ാമതും.